അപ്പം നമ്മളിന്ന് പോകുന്നത് ഈ മുടിയുള്ള കുട്ടീനെ മൊട്ടക്കുട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ്. കിങ്ങിണിയെ മാത്രമല്ല, ഈ ഇരിക്കുന്ന നമ്മുടെ അച്ചുമണിയും ഇന്ന് മൊട്ടയാവും. അതിൻ്റെ സങ്കടം പറച്ചിലാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ വിട്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. പോകുന്ന വഴി മൊത്തം മൊട്ടടിക്കേണ്ട സങ്കടം പറച്ചിലാണ് ഒരാൾ. പിന്നെ പോയത് മാത്രം പോരല്ലോ, എന്തൊക്കെ കഴിച്ചു എന്നും കൂടെ കാണണ്ടേ. രാവിലെ അച്ഛൻ ഇഡ്ഡലിയും വടയാണെങ്കിൽ ഞങ്ങൾ പൂരിയും വടയായിരുന്നു കഴിച്ചത്. പിന്നെ അവിടെ താഴെ ഇരിക്കുന്ന ജീരകമിഠായിക്ക് അടിയായി. ജീരകമിഠായിക്കല്ല, ആ ബൊമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതും വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു. ഇന്നീ മുടിയൊക്കെ മൊട്ടയാവും. അങ്ങനെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഈ പിക്ചർ കാണുമ്പോഴെങ്കിലും പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ നമ്മളിതാ പഴനിയിലെത്തി ഒരു റൂം എടുത്തു. ഇനി മൊട്ടയടിക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അച്ചുമണിക്ക് ഇത്തിരി സ്പീഡ് കുറവൊക്കെ കാണും നടക്കാനായിട്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് മുടി മൊട്ടടിക്കുന്ന സ്ഥലത്തേക്കാണ് പോയത്. ഫ്രീ എന്ന് കണ്ടാലും അവിടെ പോയാൽ കാശ് ചെലവ് തന്നെയാണ്. കാരണം പഴനിയുടെ ചുറ്റുപാട് മൊത്തത്തിൽ കാശ് എങ്ങനെ വാങ്ങാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ മാത്രമാണ്. ഫ്രീ എന്ന് എഴുതി വെച്ചാലും അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചോദിച്ച് മേടിക്കും. അപ്പോൾ നമ്മൾ മൊട്ടയടിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1 മുട്ട, 2 മുട്ട, 3 മുട്ട, 4 മുട്ട. വീഡിയോസ് അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫോട്ടോസ് മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ നമുക്ക് മുല്ലപ്പൂ മസ്റ്റാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് മൊട്ടക്കുട്ടികളുടെ ഒരു കുളിയും പാസ്സാക്കിയിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തേക്ക് തൊഴാനായിട്ട് പോയി. തൊപ്പിയെടുത്തത് വെയിൽ കൊണ്ടാണ്. പക്ഷെ തൊപ്പിയെടുത്തതുപോലെ ചെരുപ്പ് എടുക്കാൻ പറ്റിയില്ല. അവിടെ ചെരുപ്പ് സൂക്ഷിക്കാൻ സ്ഥലം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കാലിൻ്റെ അടിയൊക്കെ വെന്തൊരു പരിവായിട്ടുണ്ട്. പാലക്കാട്ടത്തെ ചൂടൊന്നും ചൂടല്ല മക്കളെ. കാലിൻ്റെ അടിഭാഗം പൊള്ളുന്നത് നമുക്ക് നേരിട്ട് അറിയാൻ പറ്റുമായിരുന്നു. എങ്ങനെയൊക്കെയോ ഓടി ഓടി അങ്ങോട്ടെത്തി. ഇനി ഇങ്ങോട്ട് എത്തുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ്. പിന്നെ അവിടേക്ക് നമുക്ക് പഴനിമലയുടെ മുകളിലേക്ക് ഫോൺ അലൗഡല്ല. മുന്നേ ഞങ്ങൾ പോയ സമയത്ത് ഫോൺ അലൗഡായിരുന്നു. പക്ഷേ ഇപ്പോൾ അലൗഡല്ല. മൊബൈൽ സൂക്ഷിക്കാനും ഇപ്പോൾ താഴെ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി പോകുന്നവർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ. തീർച്ചയായും ചെരുപ്പ് ഇട്ടിട്ട് തന്നെ പോവുക. ഇല്ലെങ്കിൽ കാലിൻ്റെ അടിഭാഗം വെന്ത് ഒരു പരുവം തന്നെയാവും. പിന്നെ ഇത് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ബസ്സാണ്. ഇതിൽ നമുക്ക് പഴനിമല ചുറ്റും ഒന്ന് കാണാനായിട്ട് പറ്റും. അങ്ങനെ മൊട്ടയടിച്ചതിൻ്റെ സന്തോഷപ്രകടനമാണിത്. ആദ്യം നമ്മൾ റോപ്പ് കാറിലേക്ക് പോയതും ഈ ബസ്സിൽ തന്നെയാണ്. പക്ഷേ അവിടെ 1 മണിക്കൂർ വെയിറ്റിംഗ് ടൈം പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് കയറാൻ തന്നെ വിചാരിച്ചു. തിരിച്ച് സ്റ്റെപ്പ് കയറുന്ന സ്ഥലത്തേക്ക് എത്തിയതും ഈ ബസ്സിൽ തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് ഫോൺ അവിടെ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ തിരിച്ച് റൂമിലെത്തിയിട്ട് ഞങ്ങൾ 10 രൂപ കടയിലേക്ക് പോയതാണ്. ഇതൊക്കെ 10 രൂപയുടെ സാധനങ്ങളും തൊട്ടപ്പുറത്തിരിക്കുന്നത് 20 രൂപയുടെ സാധനങ്ങളാണ്. അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അവർ വായി തോന്നിയ വിലയായിരിക്കും പറയുക. എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. 20 രൂപയിൽ നിന്ന് ഒരു ക്ലിപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ അവർ ബില്ലടിക്കാൻ നേരെ അത് 30 രൂപയാക്കി. പിന്നെ നമ്മുടെ ആൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അനിയത്തിക്കുട്ടിക്കൊരു മാല വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങിയിട്ട് അവൻ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മൾ അവിടെ ചെന്നെടുത്ത ഹോട്ടലിൻ്റെ ഓണർ. ആളോടും ബായ് പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു. വരുന്ന വഴിക്ക് ഒരു ബൂസ്റ്റും പപ്സും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.